പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണിന്ന്. നാളെ പകൽ വരികയാണ്, വെള്ളിയാഴ്ച പകലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ അവൻ ഒരു ദുആ പറഞ്ഞാൽ, ഒരു ദിക്ർ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് 10 ലക്ഷം നന്മയാണ്, 10 ലക്ഷം തിന്മ മായ്ക്കപ്പെടും, 10 ലക്ഷത്തോളം അള്ളാഹു ദറജ ഉയർത്തും. സ്വർഗത്തിൽ മരതകത്തിൻ്റെ വമ്പൻ ഒരു കൊട്ടാരമുണ്ടാകും. ചെറിയൊരു ദിക്റാണ്. ഏതാണ് ആ ദിക്ർ, എപ്പോഴാണത് പറയേണ്ടത്, അതിൻ്റെ അർത്ഥം എന്താണ്, എങ്ങനെയാണത് പറയേണ്ടത്, വിശദമായ ചർച്ച ഇൻഷാ അള്ളാഹ് ഇന്നത്തെ പഠന ക്ലാസ്സിൽ നമുക്ക് പഠിച്ചെടുക്കാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വന്ന് പരാതി പറഞ്ഞു, നബിയെ, ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും വേഗത്തിൽ മറന്നു പോകുന്നു, എനിക്ക് മറവി കൂടുതലാണ്. ഈ മറവി ഇല്ലാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരുമോ? ആ സമയത്ത് മുത്തായ ഹബീബ് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം, പരിശുദ്ധമായ ഈ റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവായ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ്. ഇന്നു മുതൽ അത്തരത്തിലൊരു പ്രതിസന്ധി, അതായത് മറന്നു പോകുന്ന ഒരു പ്രയാസമുള്ളവർക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ്. മഹാനായ അലിയാര് തങ്ങൾക്ക് മുത്തു റസൂല് കൊടുത്ത ഒരു ഔഷധം ഇൻഷാ അള്ളാഹ് നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കണേ. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാ. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ, സലാമത്തിൻ്റെ, ബറക്കത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പുണ്യമായ റജബ് മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകൾക്കും അള്ളാഹു ഒരുപാട് ഇരട്ടി പ്രതിഫലം വെച്ചിട്ടുണ്ട്. ആ ഇരട്ടി പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ റജബ് മാസത്തിലും അതല്ലാത്ത മാസങ്ങളിലൊക്കെ നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ കുടുംബാദികൾ, നമ്മുടെ സ്നേഹബന്ധു മിത്രാദികൾ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്, നാളെ വെള്ളിയാഴ്ച പകൽ. അൽഹംദുലില്ലാ, പഞ്ചാരക്കുന്നിൻ്റെ മേൽ തേനിൻ്റെ മഴ പെയ്താൽ എങ്ങനെയുണ്ട്, അതേപോലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. മനസ്സിൽ അല്പമെങ്കിലും ഈമാനുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ഒരല്പമെങ്കിലും ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കും, നാളത്തെ ദിവസം ശ്രദ്ധിക്കും. കാരണം റജബാണെന്ന് നമുക്ക് വെറുതെ കിട്ടിയതല്ലല്ലോ. റജബ് മാസം വെറുതെ നമ്മളിലേക്ക് വന്ന് നമ്മൾ ദുആരക്കുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബൻ. റബ്ബേ, ഈ റജബ് ഞങ്ങൾക്ക് നീ വെറുതെയാക്കരുത്, റജബിൽ ഞങ്ങൾക്ക് ഒരുപാട് ബറക്കത്ത് നൽകണമെന്ന് ഓരോ മുഅ്മിനും ദുആരക്കുകയാണ്. ആ ദുആ നമ്മൾ നിത്യമായി കൊണ്ടുപോകണം. എല്ലാ നിസ്കാരത്തിന് ശേഷവും. ഇപ്പോൾ പള്ളിയിലാണെങ്കിൽ ഇപ്പോൾ ഉപ്പമാരൊക്കെ അവിടുത്തെ പള്ളിയിലെ ഉസ്താദ് ദ്വാരക്കുമ്പോൾ ആമീൻ പറയാറുണ്ട്. പക്ഷേ ഉമ്മമാർക്ക് ആ ഒരു അവസരം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ ദ്വാരക്കണം കേട്ടോ. നിങ്ങൾ തന്നെ ആ ദുആ നിങ്ങളുടെ നിസ്കാരങ്ങൾക്ക് ശേഷം പ്രത്യേകം പറയണം. അതല്ലാത്ത സമയത്തൊക്കെ പറയാം. നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രമല്ല ഈ ദുആ, നമുക്ക് ഏത് സമയത്തും പറയാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. എത്രയോ ആളുകൾക്കാണെന്നറിയോ റജബ് മാസം കിട്ടി, ശഅബാനും കിട്ടി, റമളാൻ കിട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോകുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹു തആല നമുക്ക് ഈ പരിശുദ്ധമായ റമളാൻ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് വട്ടം സ്വീകരിക്കുവാനും അതിലൊക്കെ ഒരുപാട് ഇബാദത്ത് എടുക്കാനും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അപ്പോൾ ഇന്ന് റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വമൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇനി അതിലേക്ക് കടക്കുകയില്ല. ഇനി പറയാൻ പോകുന്നത് ഇന്നത്തെ ഈ ദിവസം മുതൽ ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദിക്ർ. ആ ദിക്ർ പറഞ്ഞാൽ 10 ലക്ഷം കൂലിയാണ് കിട്ടുക. എൻ്റെ പൊന്നുസ്താദ്, നിങ്ങളൊക്കെ വെറുതെ, ഈ ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ വെറുതെ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി 10 ലക്ഷം 5 ലക്ഷം ഒരുപാട് പേര് പരിഹസിക്കുന്നുണ്ട്. ഉസ്താദുമാർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി യൂട്യൂബിൽ വന്നിട്ട് 10 ലക്ഷത്തിൻ്റെ കണക്കും, പിന്നെ അത് ചെയ്താൽ ഇങ്ങനെയുണ്ട്, ഇങ്ങനെ ചെയ്താൽ അങ്ങനെയുണ്ട്. എൻ്റെ പൊന്നാളുകളെ, വിമർശിക്കുന്നവരെ അല്ലെങ്കിൽ അതിന് മോശമായ കമൻ്റ് എഴുതുന്നവരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാര്യങ്ങളല്ല ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. ഇത് ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങൾ എൻ്റെ മേശപ്പുറത്തിരിപ്പുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങൾ. അതിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത, മഹാനായ ഇമാം ഗസാലി തങ്ങൾ അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞ തുടങ്ങിയ ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും പറഞ്ഞ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ആവശ്യമുള്ളവർക്ക് മാത്രം കേൾക്കാം, വേണ്ടാത്തവരെ കേൾക്കണ്ട. പക്ഷെ ഇന്ന് വിമർശനങ്ങൾ കൂടുകയാണ്.
കാരണം ഒരുപാട് ഉസ്താദുമാരെന്താണ് ഇത്തരത്തിൽ ദീൻ പറയാൻ താല്പര്യമുള്ളതിൻ്റെ പേരിൽ ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇങ്ങനെ പറയുമ്പോൾ പലർക്കും ഒരുപക്ഷെ അസൂയയാവാം, എന്തുമാവട്ടെ. അൽഹംദുലില്ലാ, നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. പുണ്യമായൊരു മാസമാണ്, നല്ലൊരു സമയമാണ്. പറഞ്ഞു വരുന്നത് 10 ലക്ഷം കൂലി എന്ന് പറയുമ്പോൾ ഇത് ഉള്ളതാണോ? മനുഷ്യന്മാർക്കാണെങ്കിൽ 10 ലക്ഷമൊക്കെ കേൾക്കുമ്പോൾ അത് കിട്ടുമോ എന്നുള്ളൊരു ചിന്ത. അള്ളാഹുവാണ് തരുന്നത്. പടച്ചോന് 10 ലക്ഷമല്ല, 10 കോടിയല്ല, 100 ലക്ഷം കോടി പ്രതിഫലമൊക്കെ തരാൻ പടച്ചോന് നിസ്സാര സമയം പോലും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇത് അള്ളാഹുവിൻ്റെ റസൂലാ പറഞ്ഞത്, നബിതങ്ങളുടെ സ്വഹീഹായ ഹദീസാണ്. അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട. സംശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ വലിയ നഷ്ടമാണ്. കാരണം ഇത് നബിതങ്ങൾ പറഞ്ഞത് കിട്ടുമോ എന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. കേട്ടോ, ഒരു ദുആ പറഞ്ഞാൽ കിട്ടുന്നത് 10 ലക്ഷം നന്മയാണ്. തീർന്നില്ല, 10 ലക്ഷം തിന്മകൾ മായ്ക്കപ്പെടും, 10 ലക്ഷം ദറജകൾ ഉയർത്തപ്പെടും, സ്വർഗത്തിൽ ഒരു വീടുണ്ട്. 4 പ്രതിഫലമാണ് ഒരു ദുആയിലൂടെ കിട്ടുന്നു, ഒരു ദിക്റിലൂടെ കിട്ടുന്നത് 4 പ്രതിഫലമാണ്. ഇനി നമുക്കതിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. റജബ് മാസത്തിൻ്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്. റജബ് മാസം എന്ന് പറയുന്നത് ഒരുപാട് ദിക്ർ ചൊല്ലേണ്ട ഒരു മാസമാണ്. ഒരുപാട് നമുക്കറിയാവുന്ന ഒരുപാട് ദിക്റുണ്ട്. ആ ദിക്റൊക്കെ നമ്മൾ അധികരിപ്പിക്കുക. പരിശുദ്ധമായ റജബ് മാസത്തിൽ ദിക്റുകളും അതുപോലെ തന്നെ നോമ്പുകളും അധികരിപ്പിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ കാത്തു വെച്ചിരിക്കുന്നത് റജബ് എന്ന പേരിലുള്ള ഒരു പുഴ തന്നെയാണ്. ആ പുഴയിൽ നിന്നും ആവശ്യാനുസരണം അവർക്ക് വെള്ളം കുടിക്കാമെന്നാണ്. അപ്പോൾ ചോദിക്കും, ഉസ്താദെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഈ സ്വർഗത്തിൽ കടന്നാൽ പിന്നെ എല്ലാ സുഖരസവും ഉണ്ടെന്ന്. സ്വർഗത്തിൽ കിടന്നാൽ എല്ലാ സുഖരസങ്ങളും ഉണ്ട്. പക്ഷേ ചില സുഖങ്ങളും ചില രസങ്ങളും അത് ദുനിയാവിൽ ചില അമലുകൾ ചെയ്തവർക്ക് മാത്രമാണ്. അതിൽപ്പെട്ട ഒന്നാണ് റജബ് എന്ന് പറയുന്ന ഒരു പുഴയുണ്ട്. ആ പുഴയിൽ നിന്നും വെള്ളം കുടിക്കാൻ അവസരം കിട്ടും. ആ കിട്ടുന്ന അവസരം ആർക്കുള്ളതാണ്? റജബ് മാസത്ത് നോമ്പ് പിടിച്ചവർക്കും അതുപോലെ റജബ് മാസത്തെ പ്രയോജനപ്പെടുത്തി അങ്ങനെ ദിക്റുകളിലൂടെ സ്വലാത്തുകളിലൂടെ പ്രയോജനപ്പെടുത്തിയവർക്കാണ് അതിൻ്റെ പ്രതിഫലം കിട്ടുക. ഇനി ഇൻഷാ അല്ലാഹ് നേരെ നമ്മൾ ദിക്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണല്ലോ. ഇന്ന് വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം ശ്രേഷ്ഠത നമുക്കറിയാം. അറിയാവുന്ന സൂറത്തുകൾ ഓതുക, പ്രത്യേകിച്ച് സൂറത്തുൽ കഹ്ഫ്, സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ഒരുപാട് സ്വലാത്ത് അറിയാം. അതുപോലെ തന്നെ ദിക്റുകൾ. ഇന്നത്തെ ദിവസം നമ്മൾ ദിക്ർ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു ദിക്ർ കൂടി നമ്മൾ ആഡ് ചെയ്യുക. ഏതാണ് ആ ദിക്ർ? ഉമ്മമാർക്കൊക്കെ അറിയാം. ഒന്ന് പറഞ്ഞ് എല്ലാവരും ഒന്നിച്ച് പറ. നിങ്ങൾക്ക് താഴെ കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു യുഹ്യീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. മുമ്പ് നമ്മൾ ഇതുപോലത്തെ ദിക്റുകൾ നമ്മളെ ദിക്റിൻ്റെ സെക്ഷനിൽ മഗ്രിബിന് ശേഷം നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ ദിക്റിന് ചില വ്യത്യാസമുണ്ട്. എന്താ ഒന്നുകൂടെ പറഞ്ഞേ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഒരു ദിക്ർ ഇത് എപ്പോഴാണ് പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ദഖല സൂഖ, ഒരു മനുഷ്യൻ അങ്ങാടിയിലേക്ക് കടന്നാൽ, അതായത് വീട് വിട്ട് നമ്മൾ ഇറങ്ങൂല, വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് അത് മാർക്കറ്റിൽ പോകുന്നതാവട്ടെ, കച്ചവടത്തിന് പോകുന്നതാവട്ടെ, ചന്തയിൽ പോകുന്നതാവട്ടെ, അങ്ങാടിയിൽ പോകുന്നതാവട്ടെ, ഏതെങ്കിലും ഒരു നഗരത്തിലേക്ക് പോകുന്നതാവട്ടെ, മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നതാവട്ടെ, എങ്ങോട്ട്, അതായത് വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ദിക്ർ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് 10 ലക്ഷം നന്മകൾ എഴുതും. അതുപോലെ തന്നെ വമഹാ അൻഹു, അല്ലാഹു തആല അവനെ തൊട്ട് മായ്ച്ചു കളയും എന്ത്? 10 ലക്ഷത്തോളം തിന്മകൾ. വറഫഅ ലഹു, അല്ലാഹു തആല ഉയർത്തി നൽകുന്നതാണ് 10 ലക്ഷത്തോളം ദറജകൾ. വബനാ ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ഒരു മരതകത്തിൻ്റെ കൊട്ടാരം, അല്ലേ? സ്വർഗത്തിൽ കല്ലും കട്ടയും വെച്ചല്ലല്ലോ, മരതകവും സ്വർണവും വൈഢൂര്യമൊക്കെ വെച്ചാണ്. അപ്പോൾ മരതകത്തിൻ്റെ ഒരു കൊട്ടാരം അല്ലാഹു അവനിക്ക് സ്വർഗത്തിൽ കൊടുക്കുമെന്നാണ്. റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, വീട് വിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുന്നു, കല്യാണത്തിന് പോകുന്നു, മറ്റാവശ്യങ്ങൾക്കൊക്കെ പോകുന്നു, ജോലിക്ക് പോകുന്നു, ആ സമയത്ത് ഈ ഒരു ദിക്ർ പറയുക. ഒന്നുകൂടി പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് എന്തൊരു പാടാ, പ്രയാസമാ എന്നൊന്നും വിചാരിക്കേണ്ട. 1-2 ദിവസം നമ്മളിങ്ങനെ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് തനിയെ മനപ്പാടമാകും. നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹു
അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. വഹ്ദഹു അവൻ ഏകനാണ്. ലാ ശരീക ലഹു അവനിക്കൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്ക് അവനിക്കാണ് എല്ലാത്തിൻ്റെയും അധികാരമുള്ളത്. വലഹുൽ ഹംദ് എല്ലാ വളർമകളും എല്ലാ തരത്തിലുള്ള സ്തുതികളും അല്ലാഹുവിനാണ്. യുഹീ വയുമീത് അല്ലാഹുവേ പടച്ചവനെ നീയാണ് ജീവിപ്പിക്കുന്നവൻ, നീയാണ് മരിപ്പിക്കുന്നവൻ. വഹുവ ഹയ്യുൻ അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ യമൂത്തു അവനിക്ക് മരണമില്ല. ബിയദിഹിൽ ഖൈർ എല്ലാ നന്മകളുടെയും കടിഞ്ഞാൻ അല്ലാഹുവിൻ്റെ കയ്യിലാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. റബ്ബേ നീ ഏകദേശം അർത്ഥം വരുന്ന ഈ ഒരു ദിക്ർ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ നമ്മൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വമ്പൻ പ്രതിഫലമാണ്. 10 ലക്ഷത്തോളം നന്മകളാണ്. ഈ ഒരു ഹദീസ് കേട്ട സമയത്ത് മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം തന്നെ ഒരുപാട് വട്ടം എന്ത് ചെയ്യും, വീട്ടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നേരെ മദീനയിലെ മാർക്കറ്റിലേക്ക് പോകും. എന്നിട്ട് ഈ ദുആ പറയും. വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരും. എന്നിട്ട് വീണ്ടും പോകും. അതായത് ആ മാർക്കറ്റ് അങ്ങാടിയിലേക്ക് ചെന്നിട്ട് ഈ ദുആ പറയും, തിരിച്ചു വരും. ഇതിങ്ങനെ ഓരോ ദിവസവും ഒരുപാട് വട്ടം ചെയ്യും. കാരണം മഹാനവറുകൾക്ക് അറിയാം എന്ത്, അള്ളാഹിൻ്റെ റസൂലാ പറഞ്ഞത് ഈ കാര്യം ഉറപ്പാണ്. ഉസ്താദുമാർ പോലും പറയുന്നു എന്ത്, യൂട്യൂബിന് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഉസ്താദുമാരിങ്ങനെ അത് ചെയ്താൽ ഇതുണ്ട്, ഇത് ചെയ്താൽ അതുണ്ടെന്ന് പറയുന്നത്. എൻ്റെ പൊന്നുസ്താക്കന്മാരെ, ഇത് പറയുന്നത് ഹദീസാണ്, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ ഹദീസാണ്. അപ്പോൾ ഈ ഹദീസ് മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു എങ്ങനെ ചെയ്യുമായിരുന്നു? ഈ പറയപ്പെട്ട ഈ ദിക്റിൻ്റെ പ്രതിഫലം കിട്ടാൻ മഹാനവറുകൾ വീടിൻ്റെ വെളിയിൽ നിന്നും ഇറങ്ങിയിട്ട് അങ്ങാടിയിലേക്ക് പോകും. ഈ ദിക്ർ പറഞ്ഞിട്ട് തിരിച്ചു വരും. വീണ്ടും പോകും, വീണ്ടും തിരിച്ചു വരും. അപ്പോൾ അത്രമാത്രം പ്രതിഫലമുണ്ട്. ഈ ഹദീസ് സ്വഹീഹുൽ ജാമിഇൻ്റെ 6231 ഹദീസാണ്. പോയി നോക്കിയാൽ കാണാം. അല്ലാതെ യൂട്യൂബിന് റീച്ച് കൂട്ടാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുവന്ന ഹദീസല്ല. കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ കാര്യം മനസ്സിലായല്ലോ. മാത്രമല്ല ഇന്ന് പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ സുന്ദരമായ അതിപ്രധാനമായ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം കുറേ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളായ നമുക്ക് വളരെ ആയുസ് കുറവാണ്. നബിതങ്ങൾ പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി മാബൈന സിത്തീന വ സബഈന 60 വയസ്സ് 70 വയസ്സിൻ്റെ ഇടയിലൊക്കെയാണ് എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ്. അതിനേക്കാൾ കൂടുതൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ആളുകളാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നമുക്കൊക്കെ ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ മുൻകാലങ്ങളിലുണ്ടായിരുന്ന സമുദായത്തിൽപ്പെട്ട പ്രവാചകന്മാരൊക്കെ അവരൊക്കെ 1000 വർഷം 500 250 300 വർഷം ജീവിക്കുന്ന ആളുകളാണ് അവരുടെ സമുദായം. അപ്പോൾ അവരൊക്കെ അതിനനുസരിച്ച് ഇബാദത്തുകൾ ചെയ്യുകയും ഒരുപാട് പ്രതിഫലം അവരുടെ അക്കൗണ്ടിലുണ്ട്. പക്ഷെ നമ്മൾ ഈ 60-70 വയസ്സിൻ്റെ ഇടയിൽ നമുക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റും? അപ്പോൾ അതിന് അള്ളാഹു തരുന്ന ഒരു ഓഫറാണെന്ത്, ഇങ്ങനെ ഇത്തരത്തിലുള്ള ചില ദുആകളും ദിക്റുകളും ചില പ്രവർത്തികളൊക്കെ ചെയ്താൽ ഒരുപാട് പ്രതിഫലം ഇരട്ടി തരും. പ്രത്യേകിച്ച് റജബ് മാസമാണ്. റജബ് മാസമാകുമ്പോൾ ഈ ഒരു ദിക്ർ പറഞ്ഞാൽ ഒരുപാടാണ് പ്രതിഫലം, ഇരട്ടിയാണ് പ്രതിഫലം. അപ്പോൾ അതുകൊണ്ട് ഈ ദുആ നമ്മൾ മറന്നു പോവണ്ട. അതുപോലെ തന്നെ സ്വലാത്തിൻ്റെ ദിനമാണ് ഇന്നും നാളെയും. സ്വലാത്ത് അറിയാവുന്ന സ്വലാത്തുകൾ അധികരിപ്പിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അല നൂരി വ അഹ്ലി സ്വലാത്തുൽ ഫാത്തിമി നമ്മൾ പറയാറുണ്ടത്. അതുപോലെ തന്നെ അദദു സ്വലാത്തു സആദ എന്ന പേരിലുള്ള അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മുൽക്കില്ല. ഈ സ്വലാത്തും നമ്മൾ നിത്യമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെ ഒരുപാട് ലക്ഷക്കണക്കിന് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ കൂലി കിട്ടുന്ന ഒരു സ്വലാത്താണ്. പിന്നെ മറ്റൊരു കാര്യം, ദുആ അധികരിപ്പിക്കുക. മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, ചില രാവുകളിൽ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചാൽ പിന്നെ അത് വീണ്ടും ചോദിക്കേണ്ട കാര്യമില്ല, അതിനു മുമ്പ് അള്ളാഹു അത് തരുമെന്നാണ്. അത്തരത്തിലുള്ള ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ്. പക്ഷെ നമ്മളിൽ എപ്പോഴും ദ്വാ എന്നിട്ടും നമുക്കൊന്നും ഉത്തരം കിട്ടാത്തത് നമ്മുടെ കുഴപ്പമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പലപ്പോഴും ഹറാമായ ഭക്ഷണമാണ്. നമ്മൾ കേൾക്കുന്ന കേൾവി പലപ്പോഴും ഹറാമാണ്. കാണുന്ന കാഴ്ച ഹറാമാണ്. പറയുന്ന വാക്ക് ഹറാമാണ്. ചിന്തിക്കുന്ന ചിന്ത ഹറാമാണ്. പിന്നെ ഈ ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾ ദ്വാ എന്നാൽ പിന്നെ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുമോ? അപ്പോൾ അതുകൊണ്ട് തെറ്റുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു കാര്യം നല്ല ഇഖ്ലാസോടുകൂടി വെള്ളിയാഴ്ച രാവിലെ ദ്വാ എന്ന് നോക്ക്. അള്ളാഹു താല അതിന് ഉത്തരം വേഗത്തിൽ നൽകും. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹബീബിൻ്റെ സന്നിധത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ പഠിച്ചതൊക്കെ മറന്നു പോകുന്നു. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ എന്നാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഞാൻ ഇൽമിൻ്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്കുള്ള വാതിലാണ് അലിയാർ തങ്ങൾ. അപ്പോൾ അലിയാർ തങ്ങളാണ് വന്ന് പറഞ്ഞത്, നബിയെ, ഞാൻ പഠിച്ചതൊക്കെ ഇങ്ങനെ മറന്നു പോകുന്നു, ഓർമ്മയിൽ നിൽക്കാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരോ? നബി തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച രാവ്
അതിനെ നീ പരിഗണിക്കണം. വെള്ളിയാഴ്ച രാവിലെ നീ അള്ളാഹിനോട് ദുആരക്കണം. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പറഞ്ഞു, ഈ ഒരു ഹദീസ് നബി തങ്ങൾ എന്നോട് പറഞ്ഞതിന് ശേഷം ഏകദേശം 25ഓളം വർഷം ഞാൻ ജീവിച്ചു. ആ വർഷത്തിലെല്ലാം ഞാൻ വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകം സമയം കണ്ടെത്തി ഞാൻ ദുആരക്കുമായിരുന്നു എന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അപ്പോൾ ഓർമ്മശക്തി ഉണ്ടാവാൻ, നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലാവാൻ, നമ്മുടെ കുടുംബജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ, അസ്വസ്ഥതകൾ മാറാൻ, അസ്വാരസ്യങ്ങൾ മാറാൻ, ഇണക്കമുണ്ടാവാൻ, പിണക്കങ്ങൾ മാറാൻ, മക്കൾ നന്നാവാൻ, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവാൻ, കടങ്ങൾ മാറാൻ, അതുപോലെ തന്നെ ഗൾഫിൽ പോകാൻ കഷ്ടപ്പെടുന്ന ആളുകൾ, ഗൾഫിൽ നിന്ന് തിരിച്ചു വരാൻ കഷ്ടപ്പെടുന്ന ആളുകൾ, അങ്ങനെ മക്കളുടെ ദുസ്വഭാവം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഭാര്യയുടെ ദുസ്വഭാവം, ഭർത്താവിൻ്റെ ദുസ്വഭാവം, ഒരുപാട് രോഗങ്ങൾ, മാറാരോഗങ്ങൾ, ഇങ്ങനെ ഒരുപാട് ദുരിതത്തിൽ കഴിയുന്ന ആളുകൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് വെള്ളിയാഴ്ച. അതായത് ഇന്നത്തെ ഈ ഒരു അസറിന് ശേഷമുള്ള സമയമൊക്കെ അത് രാവായിട്ട് പരിഗണിക്കപ്പെടും. ആ സമയത്തൊക്കെ നല്ലതുപോലെ ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ദുആരക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. അതുപോലെ റജബിലെ ആദ്യ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരു കാര്യത്തിന്റെ വസ്തുത എന്താണെന്ന് ഉസ്താദിനോട് ചോദിച്ചറിയേണ്ടതുണ്ട്. അവസാനമായിട്ട് ഉസ്താദ്, ഇപ്പൊ ചില ആളുകൾ ചില ഹദീസുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതായത് റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ ഒരു പ്രത്യേക നിസ്കാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ്, അത് ശരിക്കും ഉള്ളതാണോ? ശരിക്കും അതിന്റെ നിജസ്ഥിതി എന്താണ്? ഇത് റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഒരു 12 റക്അത്ത് നിസ്കാരമുണ്ട് എന്ന തരത്തിൽ പല ഹദീസുകളും പല ആളുകളും കൊണ്ടുവരുന്നുണ്ട്. ഇത് ഇല്ലാത്തൊരു നിസ്കാരമാണ്. അത് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് പിഴച്ച ഒരു ബിദ്അത്താണ്. നമ്മൾ ആരും അങ്ങനെ നിസ്കരിക്കാറില്ല. പക്ഷേ ആരെങ്കിലും അങ്ങനെ നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തണം. അങ്ങനെ ഒരു പ്രത്യേകമായ നിസ്കാരം റജബ് മാസത്തിലില്ല. റജബ് മാസത്തിൽ പ്രത്യേകിച്ച് ഒരു 12 റക്അത്ത് റജബിൻ്റെ സുന്നത്തായ നിസ്കാരം, അങ്ങനെ ഒരു നിസ്കാരമില്ല. നമുക്കല്ലാതെ എത്രയോ സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് നിർവഹിക്കാം. അല്ലാതെ റജബിലെ പ്രത്യേകമായ ഒരു സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞൊരു സുന്നത്ത് നിസ്കാരം ഇല്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളൊക്കെ ലൊഈഫായ ഹദീസാണ്. ലൊഈഫായതും കെട്ടിച്ചമച്ചുണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമായ ഹദീസുകളാണ്. കൂടാതെ നമ്മൾ പരിശുദ്ധമായ റജബ് മാസമാണ്. ഈ റജബ് മാസത്തിൽ ദുആ അധികരിപ്പിക്കേണ്ടതിൽ പെട്ടൊരു ദുആയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആ ദുആ അധികരിപ്പിക്കുക. ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളൊക്കെ നേടിയെടുക്കുക. സൂറത്തുൽ കഹഫ്, അതുപോലെ മറ്റു സ്വലാത്ത്, അദ്കാറുകൾ ഒക്കെ നമ്മൾ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഖൈറായി സലാമത്തായി ജീവിച്ചവസാനം മരിക്കുന്ന സമയത്ത് കെലിമ പറഞ്ഞ് മരിക്കാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കും. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്. നിങ്ങളുടെയൊക്കെ ദുആകളിൽ ഒരിടം ഞാനും പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ ദുആയിലൊക്കെ നിങ്ങളും ഉണ്ടാകും. അല്ലാഹു തആല നമ്മുടെ ഈ സ്നേഹബന്ധം നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികൾ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും ഷിഫാ നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ഈ റജബ് മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈമാനും ഇസ്തിഖാമത്തും ഹിദായത്തും തവക്കുലും അധികരിപ്പിച്ച് നൽകുമാറാവട്ടെ. റജബ് മാസത്തിൽ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.